ഹലോ, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണേ. ഡേ ഇൻ മൈ ലൈഫല്ല, ഡേ ഇൻ പാത്തോസ് ലൈഫ്. ഇത് സൺഡേയിലത്തെ വീഡിയോ ആണ്. കാരണം സൺഡേ മാത്രമേ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റാറുള്ളൂ. ഇത് ഓൾറെഡി അവൾ ഉറക്കം എണീറ്റു, ഏകദേശം 8:30 മണി എന്തോ ആയി. ഉറക്കം എണീറ്റിട്ട് ഞാൻ വരുന്ന കണ്ടപ്പോൾ വീണ്ടും കള്ള ഉറക്കം നടിച്ച് തിരിഞ്ഞു കിടന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ എടുത്തുകൊണ്ട് പോയി പല്ലൊക്കെ തേപ്പിച്ച് വാഷ്റൂമിലൊക്കെ പോയി മുഖമൊക്കെ നന്നായിട്ടൊക്കെ ഒന്ന് കഴുകി. പല്ല് തേക്കാനായിട്ട് തനിയെ പറ്റത്തില്ല കേട്ടോ. അവൾക്കിപ്പോൾ 3 വയസ്സാണ്, തനിയെ പല്ല് തേക്കാനായിട്ടില്ല. ഫേസൊക്കെ കഴുകിയ ശേഷം ഞാൻ മുടിയൊക്കെ ഒന്ന് ചീകി കെട്ടിക്കൊടുക്കും. രാവിലെ എന്നും ഈ മുടി ഇങ്ങനെ പിടിച്ച് കെട്ടിക്കൊടുക്കും. അതല്ലെങ്കിൽ എപ്പോഴും മുഖത്തൂടെ ഇങ്ങനെ കണ്ണിക്കൂടെയൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്നത് ഒരു ബുദ്ധിമുട്ടാണ്. മാത്രമല്ല അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹെയർ സ്റ്റൈലാണ്. എനിക്ക് തെങ്ങ് കെട്ടിയതാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് നിൽക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ തെങ്ങൊക്കെ കെട്ടി. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് പൂരിയും സ്റ്റൂവും ആയിരുന്നു. തനിയെ കഴിച്ചോളൂ കേട്ടോ, തനിയെ കഴിക്കാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷെ കുറച്ച് ടൈം എടുക്കും. ചിലപ്പോൾ കൂടെ ഇരിക്കുന്നവരൊക്കെ കഴിച്ച് കഴിഞ്ഞു എന്ന് കാണുമ്പോൾ എനിക്ക് വാരുത്താന്ന് പറയും, അല്ലെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല. അത് കഴിഞ്ഞപ്പോൾ ഇന്നലെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ തൊട്ട് താഴെയായിട്ട് ഒരു ചെറിയ തോടുണ്ട്, ഒരു കുഞ്ഞു തോട്. അപ്പോൾ അവിടെ വെള്ളം ഉണ്ടെങ്കിലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് കടലാസ് തോണിയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ തോണി ഒഴുകിപ്പോകാനായിട്ടുള്ള വെള്ളമൊന്നുമില്ല. പിന്നെ കൊണ്ടുപോയതെല്ലാം അവിടെ ഇട്ട് കുറച്ച് നേരം അതിലേക്ക് കൂടെയൊക്കെ നടന്നിട്ട് ഞങ്ങൾ തിരിച്ചു വന്ന് പിന്നെ വീട്ടിനകത്തിരുന്ന് കുറച്ച് കളികളൊക്കെ കളിച്ച് അവളുടെ കുറേ കഥ പറച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ഞങ്ങൾക്ക് കുറച്ച് ചക്കപ്പഴം കിട്ടി. അങ്ങനെ ചക്കപ്പഴം കഴിച്ചു. അതിനിടയിൽ കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടി. അത് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. അതുമൊക്കെ കഴിച്ചിട്ട് കുളിച്ചു. ഉച്ചയ്ക്കാണ് യൂഷ്വലി കുളിക്കാറുള്ളത്. അംഗനവാടി പോകുന്ന ദിവസം രാവിലെ കുളിക്കും, അല്ലാത്ത ദിവസങ്ങളിൽ യൂഷ്വലി ഉച്ചയ്ക്കാണ് കുളിക്കാറുള്ളത്. അപ്പോൾ ഇന്ന് തല കുളിപ്പിച്ചില്ല, ചെറിയൊരു ചുമയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് മേല് കഴുകിയതേ ഉള്ളൂ. കുളിച്ച് കഴിഞ്ഞിട്ട് ക്രീം ഇടും കേട്ടോ, കാരണം ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ ജനിച്ച സമയത്ത് തന്നെ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഡ്രൈ സ്കിന്നാണ്, മോയ്സ്ചറൈസർ എന്തായാലും ഇടണമെന്ന്. അപ്പോൾ അന്ന് മുതലേ ഞങ്ങൾ സെറ്റാഫിലാണ് യൂസ് ചെയ്യുന്നത്. കാലിലും കയ്യിലും ഫേസിലും ഒക്കെ ഇടും. ഒരു 2-3 ദിവസം നമ്മൾ ഇടാണ്ടിരുന്ന് കഴിയുമ്പം ഫേസൊക്കെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും, അത്രയ്ക്ക് എക്സ്ട്രീം ഡ്രൈ സ്കിന്നാണ് കേട്ടോ. അങ്ങനെ ക്രീമൊക്കെ ഇട്ട് പൊട്ടൊക്കെ ഇട്ട്, അപ്പോൾ വാല് വരയ്ക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ വാലൊക്കെ വരച്ച് മുടിയൊക്കെ ചെയ്യും. ഞങ്ങൾ സുന്ദരിമണിയായി. അപ്പോഴുണ്ട് അമ്മ പായസം ഉണ്ടാക്കി. കുറേ പഴം ഇങ്ങനെ പഴുത്തിട്ട് അങ്ങനെ കഴിച്ച് തീർക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അമ്മ അതെല്ലാം എടുത്തിട്ട് പായസം ഉണ്ടാക്കിയപ്പോൾ പായസം മാത്രം മതി, ചോറ് വേണ്ടാന്നും പറഞ്ഞിട്ട് പായസം മാത്രം കുടിച്ചു. അപ്പോൾ എൻ്റെ ഒരു പേർപ്പിളിൻ്റെ ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഇങ്ങനെ ഓർഡറൊക്കെ വരുന്നത് പൊട്ടിച്ച് അതിനകത്ത് എന്താണെന്ന് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ എൻ്റെ കൂടെ റൂമിൽ വന്ന് ഞങ്ങൾ 2 പേരും കൂടി അത് പൊട്ടിച്ച് നോക്കി. അതൊരു ഷാംപൂവും ഒരു കണ്ടീഷണറും പിന്നെ ഒരു സൺസ്ക്രീനുമായിരുന്നു. അപ്പോൾ ഒരു ഗിഫ്റ്റ് പോലെ ഒരു കുഞ്ഞ് സൺസ്ക്രീൻ എക്സ്ട്രാ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം എടുത്തിട്ട് ഇങ്ങനെ ഓരോന്നും എന്താന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് വെറുതെ കട്ടിൽ ഞങ്ങൾ കഥയും പറഞ്ഞ് കിടന്ന് ആൾ ഉറങ്ങിപ്പോയി. സാധാരണ ഉച്ചയ്ക്ക് ഉറങ്ങാറില്ല, ഉറങ്ങാൻ ഇഷ്ടമേ അല്ല. അംഗനവാടി പോയാലും ഞാൻ ഉറങ്ങില്ല എന്നും പറഞ്ഞിട്ടേ പോകാറുള്ളൂ. അപ്പോൾ അവളുടെ മാമി വന്നു. ഇന്ന് അവളുടെ മാമൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ സർപ്രൈസായിട്ട് ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ട് മാമി മോളും കൂടെ ഇരുന്ന് ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്യാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് കപ്പലിൻ്റെയൊക്കെ കഴിച്ചു കേട്ടോ. കപ്പലണ്ടിയും കാഷ്നട്ടും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വീണ്ടും ബലൂണ് വീർപ്പിക്കുന്നു, ഡെക്കറേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. മാമന് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് 2 ആളും കൂടി ഇരുന്നിട്ട് അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കാം. പിന്നെ ഈവനിങ് ഞങ്ങൾ എൻ്റെ ചേച്ചിമാരുടെ വീട്ടിലേക്ക് പോയി. അവൾക്ക് അവിടെ പോകാനാണ് ഏറ്റവും ഇഷ്ടം. അവിടെ ചേച്ചിമാരുടെ മക്കളൊക്കെ ഉണ്ട്, അവരുടെ കൂടെ കളിക്കാനും ചേച്ചിമാരുടെ കൂടെ ഇരിക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് രാത്രിയായി തിരിച്ചു വന്നിട്ട് രാവിലത്തെ പൂരി തന്നെ മതി, വേറൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് പൂരിയും കൊഞ്ചുതീയലും കൂടിയാണ് കഴിച്ചത്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് കഴിച്ചു, തണ്ണിമത്തനും ഗ്രേപ്സും ഒക്കെ ഉണ്ടായിരുന്നു, അതും കഴിച്ചു. ഇതെല്ലാം കഴിച്ചിട്ട് ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യാനിരുന്ന ആൾ ബർത്ത്ഡേയുടെ ടൈമായപ്പോൾ ഉറങ്ങിപ്പോയി. പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ കച്ചറയായിരിക്കും. അതുകൊണ്ട് അവളില്ലാണ്ട് ഞങ്ങൾ മാത്രം കേക്ക് കട്ട് ചെയ്തിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി.